എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പലർക്കും അറിയാറില്ല. അത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണല്ലോ. ഇത് നമുക്ക് പഠിച്ചാൽ കിട്ടുമോ? സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. നമ്മൾ ഒരു സർപ്രൈസ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഒരു സ്വപ്ന ജോലിയാണ് എയിംസ് പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു എക്സാമിന്, അതായത് ഒരു സെൻട്രൽ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പലർക്കും അറിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ എക്സാംസിലൊക്കെ ഒത്തിരി പുറകിലേക്ക് പോകുന്നു. സോ വരാൻ പോകുന്ന നോർസെറ്റ് 10 എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു വെബിനാർ ഞങ്ങൾ ഈ വരുന്ന നവംബർ 13-ാം തീയതി നടത്തുകയാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എയിംസ് ഉറപ്പിക്കാനായിട്ട്, അതായത് നോർസെറ്റ് 10 എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഉള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വെബിനാർ നമ്മൾ വരുന്ന നവംബർ 13-ാം തീയതി നടത്തുകയാണ്. സോ നമുക്കറിയാം നോർസെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി എന്താണ് എന്നുള്ളത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM നഴ്സിംഗ്. അപ്പം GNM കഴിഞ്ഞിട്ടുള്ളവർക്ക്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കഴിഞ്ഞിട്ടുള്ളവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. കൂടാതെ ഏതെങ്കിലും ഒരു നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടാവണം. ഏജ് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സും, OBC ആണെങ്കിൽ 33 വയസ്സും, SC/ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സുമാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പലരുടെയും ഡൗട്ട് ഇതാണ്, അല്ലെങ്കിൽ പലരുടെയും ഒരു ചിന്ത ഇതാണ്, ഈ നോർസെറ്റ് 10 എക്സാം അല്ലെങ്കിൽ എയിംസിന്റെ നോർസെറ്റ് എക്സാം അത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണല്ലോ. ഇത് നമുക്ക് പഠിച്ചാൽ കിട്ടുമോ? അതോ ഏത് രീതിയിൽ നമുക്ക് പഠിച്ചാൽ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോർസെറ്റ് 10 എക്സാം പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% ഉറപ്പിച്ച് പറയും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് അത്യാവശ്യം നല്ല റാങ്കോട് കൂടി ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള എക്സാം സ്ട്രാറ്റജിയോട് കൂടി, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നോർസെറ്റ് 10 എക്സാം എന്നാണ് അല്ലെ? നോർസെറ്റ് 10 എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി എയിംസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് പ്രിലിമിനറി എക്സാം വരിക. 2026 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് നോർസെറ്റിന്റെ മെയിൻ എക്സാം വരുന്നത് കേട്ടോ. അപ്പം എക്സാം ഡേറ്റിനെ കുറിച്ച് ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ്. സോ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രാറ്റജീസ് നമ്മൾ ഈ വരുന്ന വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും അതുകൂടാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എങ്ങനെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ വരുന്ന വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടാതെ എക്സാം സ്ട്രാറ്റജീസ്, അതായത് നമ്മൾ സാധാരണ നമ്മുടെ PSC എക്സാം അല്ലെങ്കിൽ വേറെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അല്ല നോർസെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും അതിന്റെ എക്സാം പാറ്റേൺ അറിഞ്ഞു പഠിക്കുക, അതിന്റെ സിലബസ് അറിഞ്ഞു പഠിക്കുക എന്നുള്ളത്. സോ ആ രീതിയിൽ നോർസെറ്റിന്റെ എക്സാം, ആക്ച്വലി നോർസെറ്റ് എക്സാംസ് ഒരു അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജീസിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. സോ ജസ്റ്റ് ഒരു നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയാൽ സ്റ്റഡി പ്ലാൻ, അതായത് നമുക്ക് ഇന്നു മുതൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെബിനാർ നടക്കുന്ന അന്ന് മുതലുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ഏത് രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ്, അതായത് നോർസെറ്റ് പോലുള്ള എക്സാം നമുക്ക് എങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, കൂടാതെ എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം എന്നുള്ള എക്സാം ടിപ്സ് ട്രിക്സും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. കൂടാതെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ്, അതായത് ഇപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യണം എങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്, ഇതൊക്കെ ആവശ്യമാണ് അല്ലേ. സോ നോക്കിയേ കൃത്യമായി, അതായത് നമ്മുടെ നോർസെറ്റ് 10-ന് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ മെത്തേഡ്സ് നമ്മൾ ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യും. കൂടാതെ മോട്ടിവേഷൻ, നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം, കൂടാതെ നമുക്ക് നമ്മുടെ മെമ്മറിയൊക്കെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം. അതായത് പലരുടെയൊക്കെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കഴിയില്ല. എക്സാമിന് പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പം ഈ മെമ്മറി ബൂസ്റ്റിംഗ് ടെക്നിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എക്സാം റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം, അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു വെബിനാറിൽ നമ്മൾ പറയും, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. കൂടാതെ മോക്ക് ടെസ്റ്റ്, അതുകൂടാതെ പെർഫോമൻസ് അനാലിസിസ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമ്മൾ ഒരു സർപ്രൈസ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സർപ്രൈസ് കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും
ഈ പറയുന്ന നവംബർ 13 നടക്കുന്ന വെബിനാറിൽ നമുക്ക് എല്ലാവർക്കും കാണാം. അതുകൂടാതെ ഈ വെബിനാറിന്റെ ലിങ്ക് അല്ലെങ്കിൽ വെബിനാറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന അല്ലെങ്കിൽ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നൽകുന്നതായിരിക്കും. സോ ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ വെബിനാറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും നമ്മൾ തരുന്നതായിരിക്കും. സോ വി ഓൾ വിൽ മീറ്റ് ഓൺ November 13 for the webinar.